ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിലേക്കുള്ള പ്ലാനിംഗ് ആണ്. ഈ ഒരു വീഡിയോ വെറുതെ കണ്ട് സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ ഒരു വീഡിയോ കാണാനുള്ള ഒരു ടൈം ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് വെക്കാം. ഏത് സമയത്ത് ഈ ഒരു വീഡിയോ കാണണം എന്നുള്ളത് ഫിക്സ് ചെയ്ത് വെക്കാം. വോയിസ് കേൾക്കുമ്പോൾ തന്നെ, വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെയ് പ്ലാൻ ചെയ്യുക. ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അതിനിടയിൽ കുറേ കാര്യങ്ങൾ വന്നു. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും കുറച്ച് പ്രശ്നങ്ങളിടയിൽ വരാം അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് ചെയ്യാനിരിക്കുമ്പോൾ തന്നെ ഓക്കെ, എല്ലാവരും ചെയ്യുന്നുണ്ട് പ്ലാനിങ്, എല്ലാവർക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എനിക്ക് മാത്രം നടക്കുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. ഈ ഒരു പ്ലാൻ വിത്ത് മീയിൽ കുറച്ച് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ക്ലിയർ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പ്ലാൻ ചെയ്താൽ അതുപോലെ നടക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഈ ഒരു പ്ലാൻ വിത്ത് മീ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലീൻ വിത്ത് മീ ആണ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം കോഫി ഉണ്ടാക്കി, അതൊരു റിച്വലാണ്, കുറേ ടൈം എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇതിനിടയിലൊക്കെ ഞാൻ എൻ്റെ തലയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടേബിളിലേക്ക് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എടുത്തു വെക്കാനും മാറ്റി വെക്കാനും തുടക്കാനും ഒക്കെ. പിന്നെ അതാണ് കുറേ സമയം ഞാൻ ചെയ്തത്. അതിന് ശേഷമാണ് പുസ്തകം എടുക്കുന്നത്. പുസ്തകം എടുത്തിട്ടും എൻ്റെ ചിന്തകളെ പേപ്പറിലേക്ക് എത്തിക്കാൻ വേണ്ടി പിന്നെയും സമയമെടുത്തു. അപ്പോൾ നിങ്ങളുടെ സ്പേസ് ആദ്യം ഒന്ന് കംഫർട്ടബിൾ ആക്കുക, കോസി ആക്കി വെക്കുക. പ്ലാൻ ചെയ്യാനുള്ള നിങ്ങളുടെ പുസ്തകം, കളറോ സ്റ്റിക്കേഴ്സോ എന്താണ് അതിൻ്റെ കൂടെ വേണ്ടത് അതൊക്കെയും എടുത്തു വെക്കുക. പ്ലാൻ ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ പോട്ടെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ വെറുതെ പ്ലാൻ ചെയ്യുക, ചുമ്മാ പ്ലാൻ ചെയ്തേക്കുക. ഒരു പ്ലാനിങ് നമ്മൾ നടത്തുന്ന സമയത്ത്, ഒരു പ്ലാനിങ് ഇപ്പോൾ മെയിലേക്ക് വേണ്ട പ്ലാനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഏത് മാസം എടുത്തിട്ട് കേൾക്കാം കേട്ടോ. മെയിലേക്ക് വേണ്ടി എന്നല്ല, ഏത് മാസവും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുത്ത് കാണാം. ഒരു മാസം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റിഫ്ലക്ഷനാണ്. കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലുള്ള നിങ്ങളുടെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് നോക്കാം. അതിന് ഇതുവരെ നിങ്ങളങ്ങനെ റിഫ്ലക്ഷൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പ്ലാൻ വിത്ത് മീ വീഡിയോസിലും റിഫ്ലക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളങ്ങനെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു മന്ത് മുതലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പീരിയഡ്സിൻ്റെ ഡേറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അതിൻ്റെ മുൻപും ശേഷവും വരുന്ന കുറച്ച് തടസ്സങ്ങളുണ്ടല്ലേ. കുറച്ച് ദിവസം മുൻപേ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവും, എല്ലാവർക്കും അല്ല പക്ഷെ അധികം ആൾക്കാർക്കും ഉണ്ടാവും. പിന്നെ ശേഷം ആ ഒരു റുട്ടീനിലേക്ക് വരാനുള്ള പ്രയാസം ഉണ്ടാവും. വേറെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ മന്തും ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം. അപ്പോൾ പീരിയഡ്സും അതുപോലെ മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്ന സമയം ഏതാണ്, ഒരു മാസത്തിൽ ഏതൊക്കെ ദിവസമാണ് നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ടുണ്ടാവുന്നത്, ഏതൊക്കെ സമയങ്ങളിലാണ് ഒട്ടും എനർജി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്, ഒരു മിഡിലിൽ പോകുന്നത് എപ്പോഴാണ് എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത്. ഇന്ന് ഈ ഒരു മാസം മുതൽ നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതും അതുപോലെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. ഒരു കലണ്ടറിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഓരോ മാസവും കലണ്ടർ വരയ്ക്കുക, അതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ദിവസവും നിങ്ങൾ എനർജറ്റിക് ആണോ ഡൗൺ ആണോ എന്നൊക്കെ ഉള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നതും ആ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ. ഹൈ എനർജി ഡേ, ലോ എനർജി ഡേ, ഡൗൺ ആയിരിക്കുന്ന സമയം, ഇങ്ങനെ 3 ലെവലിലായിട്ടാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ് വർക്ക് ആവാൻ പോകുന്നതും. നമ്മളിൽ കുറേ പേര് ഏകദേശം എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് എൻ്റെ അതേപോലുള്ള ആൾക്കാരാണ്. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് തന്നെ എൻ്റെ സ്ട്രഗിൾസ് കേട്ടിട്ടാണ് അല്ലേ. എൻ്റെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരുന്ന, ഞാൻ ഓരോ സമയത്തും വന്ന് പറഞ്ഞു തന്ന സ്ട്രഗിൾസ് നിങ്ങൾക്ക് ഓക്കെ ഇതെനിക്കുള്ള പ്രശ്നമാണല്ലോ എന്ന് തോന്നിയിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹൈ എനർജി, ലോ എനർജി, ഡൗൺ ആയിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ നമുക്ക് പറയാൻ മടിയുള്ളൊരു കാര്യമാണ്. പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇപ്പോൾ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ മാസമൊക്കെ എങ്ങനെയായിരുന്നു, ഏകദേശം എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏകദേശം എങ്ങനെയായിരുന്നു കഴിഞ്ഞ മാസം പോയത്, നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശേഷം ഈ മെയിലേക്ക് വേണ്ടിയിട്ടുള്ള ഗോൾസ് എഴുതുക. ഗോൾസ് ആദ്യം റഫായിട്ട് എഴുതിയാൽ മതി, ഒരു പേജിലോ ഒരു ചെറിയ പേപ്പറിലോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റഫ് നോട്ടിലോ ഒന്ന് റഫായിട്ട് തന്നെ എഴുതുക. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളൊന്ന് ബ്രെയിൻ ഡംപ് ചെയ്യുക. നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ പ്ലാനറിലേക്ക് കാര്യങ്ങൾ മാറ്റി എഴുതേണ്ടതുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു പ്ലാനിങ് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുൻപേ തന്നെ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഓരോന്നും ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അത് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്.
ഏകദേശം മെയ് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത്. മാത്രമല്ല ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുവന്ന് റഫായിട്ട് നോട്ട് ചെയ്ത് വെച്ചത് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്ലാനർ എടുക്കുക. പ്ലാനർ എടുത്തിട്ട് നിങ്ങളുടെ ഗോൾസ് ആദ്യം ക്ലിയറായിട്ട് എഴുതുക. നിങ്ങൾക്ക് ഹൈ എനർജിയുള്ള ദിവസം ഉണ്ടാവും, എനർജി കുറവുള്ള ദിവസം ഉണ്ടാവും, അതുപോലെ ഡൗൺ ആയിരിക്കുന്ന ദിവസവും ഉണ്ടാവും അല്ലേ. നിങ്ങൾ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യാം. ഇതിൽ പറയുന്ന മറ്റുള്ള മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ദിവസം നല്ല രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഒരു ഫ്രഷ് പേജ് എടുക്കുക, അതിൽ ഗോൾസ് എന്ന് എഴുതുക. അതിൻ്റെ താഴെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മുഴുവനും ഒന്ന് എഴുതുക. മെയ് എങ്ങനെ ആയിരിക്കണം, മെയ്യിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ലിസ്റ്റാക്കുക. ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് എഴുതാനായി നോക്കുക. ഈ എഴുതിയ ഗോളിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത പേജുകളിൽ കാറ്റഗറി ആക്കിയിട്ട് തിരിക്കാം. എങ്ങനെ, ഇപ്പോൾ പാരൻറ്റിങ്ങിലുള്ള ഗോൾ എന്താണ്, കരിയർ ഗോൾ എന്താണ്, റിലേഷൻഷിപ്പ് ഗോൾ എന്താണ്, ഈ രീതിയിൽ ലൈഫിൻ്റെ 5 or 10 ഏരിയാസ് ആക്കി നിങ്ങൾക്ക് മാറ്റിക്കൊണ്ട് ഗോൾ എഴുതാം. നിങ്ങളുടെ ഗാർഡനിലുള്ള നിങ്ങളുടെ ഗോൾ എന്താണ്, നിങ്ങളുടെ ഹോം അതിലുള്ള ഗോൾ എന്താണ്, ഡീക്ലട്ടർ ചെയ്യലാണോ, ആ ഒരു ഗോൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഇന്നതേ ഗോളായിട്ട് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല. നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലേക്ക് വരികയാണെങ്കിൽ അതൊക്കെയും ഗോളായി സെറ്റ് ചെയ്ത് ഈ ഒരു മെയ് മാസം കഴിയുമ്പോൾ നമുക്ക് അങ്ങ് ടിക്ക് ചെയ്ത് സന്തോഷത്തോടെ അടുത്ത മാസം പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിൽ വരുന്ന ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, ഗോളായിട്ട് സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഗോൾ എഴുതി വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരും അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു പേജിൽ ഈ ഒരു മാസം എന്ത് വന്നാലും അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് ഇതിൽ പറഞ്ഞല്ലോ. ചിലർക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അതിൽ കുറച്ച് പച്ചക്കറി നടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ എൻ്റെ ഉമ്മാക്കൊക്കെ കുറച്ച് തക്കാളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരും, അതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തരും. പ്ലാന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മ വീഡിയോ എടുത്ത് അയച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഗാർഡനിങ് ആണ് ഇഷ്ടമുള്ളെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളതല്ല, മറ്റുള്ളവർക്കത് ഗോളാവണം എന്നില്ല, മറ്റുള്ളവർക്കത് ഇമ്പോർട്ടൻ്റ് ആവണം എന്നില്ല. നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം, അത് ഈ പറഞ്ഞ പോലെ ഗാർഡനിങ് ആണെങ്കിലും നിങ്ങൾക്കത് ഗോളായിട്ട് സെറ്റ് ചെയ്യാം. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം പ്ലാൻ ചെയ്യുന്ന സമയത്ത് എത്ര സന്തോഷം കിട്ടും അല്ലേ. നമ്മൾ എന്തൊക്കെയോ നേടി എന്നുള്ള ഫീലാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം സിമ്പിളായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ഗോളും എഴുതുക. ശേഷം മറ്റൊരു പേജ് എടുത്തിട്ട് നിങ്ങൾക്ക് മെയിൽ എന്തായാലും ചെയ്യണം എന്നാഗ്രഹമുള്ള കാര്യങ്ങൾ പ്രത്യേകം ലിസ്റ്റാക്കുക. ആ ഒരു ലിസ്റ്റ് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ എഴുതുന്നത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ വീണ്ടും എഴുതി വെക്കാൻ പാടില്ല. ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്നത്. അതെല്ലാം ഒരുപാട് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാവാനും പാടില്ല. നിങ്ങളുടെ ആരോഗ്യത്തിനും അതല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിനും ഒക്കെ മാച്ചായിട്ട് വേണം നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ എഴുതാനായിട്ട്. നിങ്ങൾക്ക് കുറച്ചേ സമയമുള്ളൂ, കുറേ കാര്യം എഴുതി വെച്ചാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്ത മാസം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അപ്പോൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ തിരക്കും ഒക്കെ പരിഗണിച്ചായിരിക്കണം നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അധികം ആൾക്കാർക്കും ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് റിയലിസ്റ്റിക് അല്ലാത്ത ഗോൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളെപ്പോഴും നമ്മുടെ സമയവും നമ്മുടെ തിരക്കും നമ്മുടെ എനർജിയും ഒക്കെ പരിഗണിച്ചിട്ടായിരിക്കണം നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലായിരിക്കും അല്ലേ. ചില സ്റ്റേജിൽ നമുക്ക് ചില കാര്യങ്ങൾക്ക് നന്നായിട്ട് ഫോക്കസ് കൊടുക്കാൻ പറ്റും. ഒരു സമയത്ത് നമ്മൾ കരിയറിനായിരിക്കാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. ഒരു സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടികൾക്കായിരിക്കാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. നമ്മുടെ ലൈഫിൻ്റെ സീസൺ നമ്മളെപ്പോഴും പരിഗണിക്കേണ്ടതുണ്ട്. ഓരോ സമയത്തും ഓരോന്നായിരിക്കും. സാധാരണ നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കൊണ്ട് ഇന്ന് നല്ല കാറ്റാണ്, അല്ലെങ്കിൽ അടുത്ത മാസത്തോടു കൂടി മഴ പെയ്യും, അല്ലെങ്കിൽ ഇപ്രാവശ്യം നല്ല തണുപ്പായിരിക്കും, ഈ രീതിയിൽ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ലൈഫിൻ്റെ സീസൺ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എപ്പോഴും ചൂടല്ല നമ്മുടെ ലൈഫിൽ, എപ്പോഴും തണുപ്പുമല്ല, എപ്പോഴും കാറ്റല്ല, എപ്പോഴും കോരിച്ചൊരിയുന്ന മഴയും അല്ല. അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ഒരാളുടെ ലൈഫിലിപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. ചൂടുള്ള കാലാവസ്ഥയിലിരിക്കുന്ന ആൾ തണുത്ത കാലാവസ്ഥക്കനുസരിച്ചിട്ട് പ്ലാൻ ചെയ്താൽ അത് വർക്കാകുമോ?
ഇനി മറ്റൊരാളുടെ ലൈഫിൽ നല്ല ഇടിയും മിന്നലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നല്ല കോസി ആയിട്ടുള്ള, അധികം ചൂടല്ല തണുപ്പല്ല, നല്ലൊരു കാലാവസ്ഥയിലേക്ക് എന്ന പോലെ പ്ലാൻ ചെയ്താൽ കാര്യങ്ങൾ നടക്കുമോ? അപ്പോൾ ഈ രീതിയിൽ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ്, ഒന്നും കാലാവസ്ഥ നോക്കാതെ സീസൺ നോക്കാതെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയാത്തത്. നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിക്കൊണ്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സീസണുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ മാസങ്ങളോളം നമ്മളിങ്ങനെ ഓരോ മാസവും പ്ലാൻ ചെയ്യുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. അത് നമ്മൾ നമ്മുടെ കണ്ണോട് കാണുകയാണ്, നമ്മുടെ മനസ്സുകൊണ്ടത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണെന്നാണെങ്കിൽ പിന്നെ നമ്മളൊരു ബ്ലോക്കിലേക്ക് വന്ന് എത്തും. ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് നമ്മൾ വിശ്വസിക്കാനായിട്ട് തുടങ്ങും. സ്വന്തത്തിലുള്ള വിശ്വാസം നഷ്ടമാവും. അപ്പോൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് സീസൺ നോക്കി മാത്രം, നിങ്ങളുടെ കാലാവസ്ഥക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അതിനനുസരിച്ച് മാത്രം പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഗോള് സെറ്റ് ചെയ്തല്ലോ, ഈ മാസം നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ തിരക്കും നിങ്ങളുടെ സമയമൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും അത് ലിസ്റ്റാക്കുക. ശേഷം ഇതേ കാര്യങ്ങൾ ഹൈ എനർജിയിലിരിക്കുന്ന സമയത്ത് ആ ഗോളിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യും, ലോ എനർജി ആണെങ്കിൽ ഇതേ ഗോളിൽ ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യും, ഡൗൺ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ഗോളിൽ എന്ത് ചെയ്യും എന്നുള്ളത് എഴുതാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഹൈ എനർജിയുള്ള ദിവസം നിങ്ങൾ എത്ര പഠിക്കും, എത്ര മണിക്കൂർ പഠിക്കും, ഏതൊക്കെ സമയത്താണ് പഠിക്കുക, ഏത് സമയത്ത് എഴുന്നേറ്റിട്ടാണ് പഠിക്കുക, ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതുക. ലോ എനർജിയുള്ള ദിവസം നിങ്ങൾ എത്ര അവേഴ്സ് പഠിക്കും, അല്ലെങ്കിൽ ഏതുപോലെ ഇരുന്ന് പഠിക്കും. ഡൗൺ ആയിരിക്കുന്ന ദിവസം നിങ്ങൾ പഠിക്കുമോ? പഠിക്കാൻ കഴിയാറില്ല എന്നാണെങ്കിൽ ഞാൻ പഠിക്കും എന്ന് എഴുതി വെക്കേണ്ടതില്ല. പഠിക്കാൻ കഴിയില്ലെങ്കിൽ, അത്രയും ഡൗൺ ആയ ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റില്ലെങ്കിൽ അന്ന് ഞാൻ പഠിക്കില്ല എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം. വെറുതെ ഞാൻ പഠിക്കും എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചാലാണ് അടുത്ത മാസം എടുത്ത് നോക്കുമ്പോൾ കുറേ ഡൗൺ ആയിട്ടുള്ള ദിവസങ്ങളുണ്ടാവും, അതിൽ പഠിക്കണം എന്ന് വിചാരിച്ച് പഠിക്കാൻ പറ്റിയില്ല. അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ അല്ലാത്തത് കൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്. എനർജറ്റിക് ആയിട്ടുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കും, ഡൗൺ ആയിട്ടുള്ള ദിവസങ്ങളിൽ പഠിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതുപോലെ നിങ്ങൾ രണ്ടാമത് നോട്ട് ചെയ്ത് വെച്ച നിങ്ങളുടെ എന്തായാലും ചെയ്യണം എന്നാഗ്രഹമുള്ള ആ കാര്യങ്ങളിലൊക്കെയും ഇങ്ങനെ 3 തരത്തിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹൈ എനർജി, ലോ എനർജി, ഡൗൺ ആയിട്ടുള്ള ദിവസം, ഏതുപോലെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഹൈ എനർജി, ലോ എനർജി, ഡൗൺ ആയിട്ടുള്ള ദിവസം എഴുതി വെക്കുക? ഹൈ എനർജിയുള്ള ദിവസം നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാം അല്ലേ? എന്തൊക്കെ ഉണ്ടാക്കും എന്നുള്ളത്. ഇപ്പോൾ ഹൈ എനർജിയുള്ള ദിവസം നിങ്ങൾക്ക് ബിരിയാണിയും അതിനൊത്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ലോ എനർജി ആണെങ്കിൽ പരിപ്പ് കറിയും ചോറും ഇതൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. മോർണിംഗിൽ എന്ത്, ഉച്ചയ്ക്ക് എന്ത്, രാത്രി എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഹൈ എനർജി, ലോ എനർജി. ഇനി ഡൗൺ ആയിട്ടുള്ള ദിവസം എന്ത് ചെയ്യാം? കഞ്ഞി വെക്കാം അല്ലേ? ഈ രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. കുറേ പേർക്ക് ഇത് ആശ്വാസമാവും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഹൈ എനർജി ഉള്ള ദിവസം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോ എനർജി ഉള്ള ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ദിവസത്തെ പ്ലാനിങ് കറക്റ്റായിട്ട് ചെയ്ത് വെക്കാം. എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ക്ലിയറായി നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ വരുമ്പോൾ ലോ എനർജി ഉള്ള ദിവസങ്ങളിൽ ആ ഒരു വർക്ക് മാത്രം ചെയ്ത് നിങ്ങളുടെ എനർജി സേവ് ചെയ്യാനായിട്ട് കഴിയും. ചിന്തിക്കാൻ ഒരുപാട് എനർജി ആവശ്യമാണ്. നമ്മൾ ലോ എനർജിയുള്ള ദിവസം ഒരുപാട് ചിന്തിക്കുമ്പോൾ പിന്നെ നമുക്ക് ആക്ഷനിലേക്ക് പോകാനായിട്ട് കഴിയില്ല. നമുക്ക് ആക്ഷനിലേക്ക് കൊടുക്കേണ്ട എനർജി കൂടി ചിന്തിച്ചിട്ട് നഷ്ടമാവാണ് ചെയ്യുന്നത്. അപ്പോൾ ലോ എനർജിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഡൗൺ ആയിരിക്കുന്ന ദിവസം ഏതുപോലെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും എഴുതുക. ഈ ഒരു പാർട്ട് ക്ലിയർ ആണല്ലോ. ഈ ഒരു പാർട്ട് ക്ലിയർ ആണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഇനി നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ അടുത്ത പാർട്ട് പ്രെയർ ബക്കറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഗോൾസൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിക്ക് എന്താണ്, അതൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മെയിൻ. ആക്ഷനിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ളൊരു ഏരിയ ആണ് പിന്നെ മാറ്റി വെച്ചിട്ടുള്ളത്. ഈ ഒരു മാസം അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ എന്തൊക്കെ പ്രാർത്ഥിക്കണം, അന്നത്തെ ടു ഡു ലിസ്റ്റ് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റാനും എല്ലാറ്റിലും എളുപ്പം ഉണ്ടാവാനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. വൈകുന്നേരം എന്തൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, അന്നത്തെ ദിവസം നല്ല രീതിയിൽ എൻഡ് ചെയ്യാൻ കഴിയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ന് ചെയ്യേണ്ട ഓരോ കാര്യത്തിലും എളുപ്പം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിനനുസരിച്ചിട്ട് എഴുതാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഇപ്പം നിങ്ങൾക്ക് അലാറം കേൾക്കാറില്ല എന്നാണെങ്കിൽ, നിങ്ങൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് കിടന്നാലും അലാറം കേൾക്കുന്നില്ല, രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അത് തന്നെ കൃത്യമായി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാം അല്ലേ. അപ്പോൾ ഈ രീതിയിൽ 3 ടൈമായിട്ടോ അല്ലെങ്കിൽ
എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതുപോലെ ഒന്ന് പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. ഈ പ്രെയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഡെസ്കിൻ്റെ മുൻപിലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ് അവിടെ നിങ്ങൾക്ക് എഴുതി ഒട്ടിക്കാം. നെക്സ്റ്റ് ഐഡിയൽ ഡേ ആണ്. നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതൊരു സ്വപ്നം പോലെ എഴുതി വെക്കുക. നിങ്ങളുടെ ദിവസം എങ്ങനെയായിരിക്കണം, അതും ഈ പറഞ്ഞ പോലെ ഹൈ എനർജി, ലോ എനർജി, ഡൗൺ ആയിട്ടുള്ള ദിവസം എങ്ങനെയായിരിക്കണം എന്നുള്ളത് എഴുതാം. ഡൗൺ ആയിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് ടയേർഡാണ് അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി ഡൗൺ ആണ് എന്നാണെങ്കിലും നമുക്ക് കുറച്ച് സെൽഫ് കെയർ ആഡ് ചെയ്യാം അല്ലേ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സെൽഫ് കെയർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലിസ്റ്റാക്കി നോക്കാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണ്, കിടന്നിടത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്രയ്ക്ക് പോലും നിങ്ങൾക്ക് ചിന്തിച്ച് നോട്ട് ചെയ്ത് വെക്കാം. ഇതൊക്കെയും നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ലോ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് പ്രത്യേകം എനർജി കളയാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടല്ലോ. ഐഡിയൽ ഡേ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ എൻ്റെ കൺട്രോളിലാണ്, എൻ്റെ കൺട്രോളിലല്ല എന്നുള്ളതാണ് എഴുതേണ്ടത്. കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ കൺട്രോളിലല്ലാതെ ഉണ്ടാവും. അതുപോലെ തന്നെ കൺട്രോളിലുള്ള കുറേ കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സെൽഫ് ടോക്ക്, നമ്മളോട് സംസാരിക്കുന്ന രീതി നമ്മുടെ കൺട്രോളിലാണ്. നെഗറ്റീവായിട്ട് സംസാരിക്കണോ പോസിറ്റീവായിട്ട് സംസാരിക്കണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ബൗണ്ടറി നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ്. നമ്മുടെ റെസ്പോൺസ് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ് അല്ലെ, നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ്. മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ എത്ര സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെയും നമ്മുടെ കൺട്രോളിലാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ കൺട്രോളിലാണ്. നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റുള്ളവരുടെ സ്വഭാവം, മറ്റുള്ളവരുടെ രീതികൾ, മറ്റുള്ളവരുടെ പെരുമാറ്റം, ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ഈ ഒരു മാസം നമ്മുടെ കൺട്രോളിലുള്ളത് മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിലും നമ്മുടെ ലൈഫ് അടിപൊളിയായിട്ട് ഈ ഒരു മാസം കൊണ്ടുപോകാനായിട്ട് കഴിയും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണോ? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണോ? പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് എൻ്റെ കൺട്രോളിലുള്ളതാണ്. ഞാൻ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് എൻ്റെ കൺട്രോളിലുള്ള കാര്യമാണ്. പാസ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലുള്ളതാണോ? അല്ല. നമുക്ക് പ്രസൻറ്റ് മൊമെൻറ്റിലാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. പാസ്റ്റ് കഴിഞ്ഞു പോയി അല്ലേ. ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ കൺട്രോളിലാണോ? ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലാണ്. അതാണ് നേരത്തെ പറഞ്ഞ എങ്ങനെ സംസാരിക്കണം, എത്ര സംസാരിക്കണം, ആരോട് എന്ത് പറയണം, പറയാൻ പാടില്ല, ഏത് രീതിയിൽ പെരുമാറണം, ഇതൊക്കെയും നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ്. ഒരുപാട് പേർക്ക് ഇത് കേൾക്കുന്ന സമയത്ത് പക്ഷേ ഇതൊന്നും എനിക്ക് കൺട്രോളിൽ കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവും. ഞാനൊരു സമയത്ത് ആ ഒരു വിഷമത്തിൽ നിന്ന ആൾ തന്നെയാണ്. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയാൽ നമുക്ക് നമ്മളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് സ്വയം ഇതൊന്നും മാറ്റം വരുത്താൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ട് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ കേട്ടോ. 100% ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇനി അടുത്ത പാർട്ട്, ഈ ഒരു മാസം സ്പെഷ്യലായിട്ട് വർക്ക് ചെയ്യേണ്ട ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? അതായത് നിങ്ങൾ കുറച്ചധികം കെയർ കൊടുക്കേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ്? കുറേ കാര്യങ്ങൾ എഴുതി വെക്കാൻ പാടില്ല കേട്ടോ. 1-2 കാര്യങ്ങൾ എഴുതലാണ് ഏറ്റവും നല്ലത്. നേരത്തെ ഉറങ്ങലാണോ? രാവിലെ നേരത്തെ എഴുന്നേക്കലാണോ? മൊബൈൽ മാറ്റിവെക്കലാണോ? എന്താണ്? അത് പ്രത്യേകം എഴുതുക. ആ ഒരു ശീലത്തിന് പ്രത്യേക കെയർ കൊടുക്കുക. കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇതിങ്ങനെ സ്പെഷ്യലായി എഴുതി വെക്കുന്നത്, എല്ലാ വിധത്തിലും സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അഡിക്ഷൻ ഉള്ള കാര്യമൊക്കെ ഈ ഒരു ഏരിയയിൽ എഴുതി വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഷുഗർ ഒരുപാട് കഴിച്ചു പോകുന്നതാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ആ ഒരു ശീലം എഴുതി വെക്കാം. ഓരോ ദിവസവും എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് മെല്ലെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റം വരുത്താൻ വേണ്ടിയല്ല, മെല്ലെ സപ്പോർട്ട് കൊടുത്ത് ആ ഒരു ശീലത്തിൽ നിന്ന് ഒരു മാസം കൊണ്ട് പുറത്തേക്ക് കടക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ശീലത്തിൽ എത്ര തവണയും ഫെയിലാവാം എന്നുള്ളതും കൂടി, ആ ഒരു അനുവാദം കൂടി നമ്മൾ കൊടുക്കാം. എത്ര തവണ വേണമെങ്കിലും ഫെയിലാവാം, നമുക്ക് മെല്ലെ അതിൽ വർക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. ആ ഒരു പേജ് അങ്ങനെ ഫ്രീ ആയിട്ട് ശീലങ്ങൾ മാറ്റാനുള്ളൊരു പേജാക്കി മാറ്റുക. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മാസം എത്ര ദിവസം എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാനായിട്ട് ഹാബിറ്റ് ട്രാക്കർ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ കൊടുക്കാം, ഹാബിറ്റ് ട്രാക്കറിൻ്റെ ചെറിയൊരു ഇമേജ് ഇവിടെ കൊടുക്കാം. നിങ്ങൾ ചെയ്യുന്ന ദിവസം മാത്രം, ആ ഒരു ഡേറ്റിൽ മാത്രം നിങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാം. ചെയ്യാത്ത ദിവസങ്ങളിൽ ക്രോസ് ചെയ്യാം. അതാകുമ്പോൾ അടുത്ത മാസം റിഫ്ലക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു മാസത്തിൽ എത്ര ദിവസം നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ എത്ര ദിവസം എക്സസൈസ് ചെയ്തു, ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഹാബിറ്റ് ട്രാക്കർ വളരെ നല്ലതാണ് കേട്ടോ.
ഇനിയും കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു മാസം സിമ്പിളായിട്ട് തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുക. റുട്ടീൻ സെറ്റ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്നാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് കോച്ചിങ്ങിലൂടെ ഏത് വിഷയത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ. ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സുഹൃത്തുക്കൾക്കോ അതല്ലെങ്കിൽ കസിൻസിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.